ഹായ് ഓൾ, എല്ലാവർക്കും മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാഗ്രഹം 10 ദിവസത്തിനുള്ളിൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 അക്കം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 അക്കങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇതിൽ ഈ 2 അക്കങ്ങളും ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 10 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും. അതല്ല, നിങ്ങൾ എടുത്ത 2 സംഖ്യകളും ഇരട്ട സംഖ്യകളാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക വേണ്ട, അത് തീർച്ചയായിട്ടും സാധിക്കത്തില്ല. ആ ഒരാഗ്രഹമേ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക. 3, നിങ്ങൾ എടുത്ത ഒരു നമ്പർ ഒറ്റ സംഖ്യയും മറ്റൊരു നമ്പർ ഇരട്ട സംഖ്യയുമാണെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഇരട്ട സംഖ്യ എടുത്തവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അത് നടക്കില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പറയുന്നത് പോലെയൊക്കെ ആവാനാണ് സാധ്യത. കുറച്ച് ആളുകൾ ചിന്തിക്കും, ഭാഗ്യം എൻ്റെ ഒപ്പമാണ്, ഈ ഒറ്റസംഖ്യ എന്നെ തുണച്ചിരിക്കുന്നു, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിജയകരമാവും, ലാഭകരമാവും, എനിക്ക് ജോലി ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ ലഭിക്കും, എൻ്റെ കടബാധ്യത ഇപ്പം മാറിക്കിട്ടാനുള്ള വഴികൾ തുറന്നു വരും എന്ന് ചിന്തിക്കും. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയ ആൾക്കാർ എന്ത് ചിന്തിക്കും? അവർ ചിന്തിക്കും, എൻ്റെ സമയം വളരെ മോശമാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിഷമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ പിന്നെ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യയാണോ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ചിലർ സംഭവിക്കുമോ, ഇതൊക്കെയാണോ തീരുമാനിക്കുന്നത്, ഒരു സംഖ്യയാണോ എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കുകയും പിന്നീട് ശരിയായി ഈ അടുത്ത നാളിലായിട്ട് ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല, ചിലപ്പം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആയിരിക്കാം ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് ശാസ്ത്രമനുസരിച്ച് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്ത നിങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്കതൊരു സക്സസ് ആക്കി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് വേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതിന് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇത്തരം തോട്ട്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നാമത് നമുക്കൊരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും, നമുക്ക് ആവശ്യം പണമാണെന്ന് വെച്ചു, നമുക്ക് ആവശ്യമുള്ള പണത്തിൻ്റെ ലക്ഷക്കണക്കിന് ഇരട്ടി പണം ഈ പ്രപഞ്ചത്തിൽ അവൈലബിൾ ആണ്. അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്ത് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ആവശ്യത്തിന് എത്രയോ ഇരട്ടി അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ അത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഇപ്പം നിലവിലുള്ള എന്തെങ്കിലും കുറഞ്ഞത് 3 കാര്യങ്ങളെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുക. എനിക്കിപ്പോൾ ഒരു ജോലിക്ക് നന്ദി പറയുന്നു, അത് ഞാൻ വളരെയധികം സന്തോഷവാനാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തിന് നന്ദി പറയുക. അങ്ങനെ എന്തെങ്കിലും 3, 4, 5 കാര്യങ്ങൾ, ഏറ്റവും കുറഞ്ഞത് 3 കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്ദി പറയുക. അതിനുശേഷം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. എന്താണ്? ഞാൻ പവർഫുള്ളായ ഒരു വ്യക്തിയാണ്, എൻ്റെ ഐഡിയകൾ വളരെ പവർഫുള്ളാണ്, ഞാൻ സ്കിൽഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ സാധിക്കും ഉള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ പറയുക. അതിനുശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. സപ്പോസ് നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ടും നിങ്ങൾ ഏത് ജോലിയിലാണോ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം, നമ്മൾ വിശ്വസിച്ച് ചെയ്യണം, നമുക്ക് ആ ഒരു ഫീൽ ലഭിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കടമുണ്ട്,
1 ലക്ഷം രൂപ കടമുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ, ഞാൻ ഇപ്പം തന്നെ പൈസ അയച്ചു തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, എനിക്കിപ്പോൾ പൈസ കിട്ടാൻ പോകുന്നു. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്തായിരിക്കും? ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് സാധിക്കണം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ. അപ്പോഴാണ് വിഷ്വലൈസേഷൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട്, എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ചെറിയ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ജോലി ചെയ്യാനാണ്, നമുക്കൊരു നല്ലൊരു ജോലി ലഭിക്കാനാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നല്ലൊരു CV ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു CV ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു കമ്പനി കണ്ടെത്തുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. ഇത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈവനിങ് ആകുമ്പോഴേക്കും ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായ എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക. അതിനുശേഷം നിങ്ങൾ പറയുക, എന്താണ് പറയേണ്ടത്? ഞാൻ വളരെ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ്, കാരണം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് വെച്ചു. ഇത് നമ്മൾ ഓരോ ദിവസവും അടുത്ത ചുവടുകൾ വെക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അതിനുശേഷം ഈവനിങ്ങിൽ എന്താ ചെയ്യേണ്ട? നമ്മൾ പ്രൗഡായിരിക്കുക, നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പിനെ ഓർത്ത് നമ്മൾ സന്തോഷവാനായിട്ടിരിക്കുക. നമുക്ക് സ്വന്തമായിട്ട് അഭിമാനം ഉണ്ടാവണം, കാരണം എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് ഞാൻ നടത്തി കഴിഞ്ഞു എന്നുള്ളത്. അതിനുശേഷം ദൈവത്തിന് നന്ദി പറയാം, യൂണിവേഴ്സിന് നന്ദി പറയുക. നന്ദി പറഞ്ഞ് അന്നത്തെ ദിവസം അവസാനിപ്പിക്കുക. ഇത് ഒരു ദിനചര്യയാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക, പോസിറ്റീവ് തോട്ട്സ് മനസ്സിലുണ്ടാക്കുക. ഇത് എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നു, എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു, അത്രത്തോളം ഈസിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.